ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സ്പന്ദനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അനൂപ് അജിത്ത്, ഹോളിസ്റ്റിക് വെൽനസ് കൺസൾട്ടൻറ്റ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ നാച്ചുറൽ തെറാപ്പീസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ നാച്ചുറൽ തെറാപ്പീസിൽ നമുക്ക് ഫസ്റ്റായിട്ട് വരുന്നത് നമ്മുടെ ആയുർവേദമാണ്. അതിനുശേഷം ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹോമിയോപ്പതി, ദെൻ നാച്ചുറോപ്പതി. ഈ 4 സിസ്റ്റം ഓഫ് മെഡിസിൻസാണ് നമ്മുടെ ഹോളിസ്റ്റിക് വെൽനസ്സിൽ നമ്മുടെ നാച്ചുറോപ്പതി റിലേറ്റഡ് ആയിട്ടുള്ള എനർജി ഹീലിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ ഹീലിംഗ് ടെക്നിക്സിൽ വരുന്നത്. അപ്പോൾ എന്താണ് ഈ ആയുർവേദം എന്ന് നോക്കാം. അപ്പോൾ ആയുർവേദം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഈ ആയുർവേദം ഉത്ഭവിച്ചത്. നമ്മുടെ മഹർഷിമാർ പണ്ട് നമുക്ക് ആയുർവേദം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ബുക്കുകളിലായിട്ട് താളിയോല ഗ്രന്ഥങ്ങളിൽ തന്നിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു സാൻസ്ക്രിറ്റിൽ എഴുതിയ ഗ്രന്ഥം പല ഭാഷകളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ ഒരു മെത്തേഡാണ് നമ്മൾ ആയുർവേദം ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ആയുർവേദത്തിൽ നമുക്ക് നോർമലി മെയിനായിട്ട് അറിയാം എന്താണ് ചെയ്യുന്നത്. ആയുർവേദം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ആയുർവേദിക് ഡയറ്റ് ഫോളോ ചെയ്യണം. അതായത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഡയറ്റിൽ നിന്നും നമ്മളുടെ ആ ഒരു അസുഖത്തിന് എന്താ ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് ഈ ആയുർവേദ വൈദ്യന്മാർ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടേഴ്സ് നമ്മുടെ അടുത്ത് പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഈ ഡയറ്റ് ഫോളോ ചെയ്താലാണ് അവരുടെ മെഡിസിൻ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിൽ അഫക്റ്റ് ചെയ്യുന്നതും അതുവഴി നമുക്കൊരു റിക്കവറി പോസിബിൾ ആവുന്നതും. അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ മസാജസ്, ആയുർവേദിക്കിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസാജസ് ചെയ്യുന്നുണ്ട്. ഓരോ അസുഖത്തിനനുസരിച്ചിട്ട് മസാജസ്, ധാരാസ്, പിന്നെ പൗഡർ ഹീലിങ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ അവർ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു റിക്കവറി മെഡിസിൻസ്, ഹെർബൽ മെഡിസിൻസിൻ്റെ കൂടെ തന്നെ ഈ മസാജ് ചെയ്യുക. ചില മസാജിൻ്റെ കൂടെ സ്റ്റീം ബാത്തും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ സ്റ്റീം ബാത്ത് ഇൻക്ലൂഡ് ചെയ്യുക. ഇതെല്ലാം ചെയ്ത് നമ്മുടെ ഒരു റിക്കവറിക്ക് സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് ആയുർവേദിക് സിസ്റ്റം ഓഫ് മെഡിസിൻ. അപ്പോൾ ഈ ആയുർവേദത്തിൽ നമ്മുടെ ശരീരത്തിൽ മെയിനായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിൻസ് കാര്യങ്ങളെല്ലാം ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്നതാണ് അവർ മെയിനായിട്ട് ചെയ്യുന്നത്. അതിനവർ മെയിൻലി ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലിയർ ചെയ്യുകയാണ് ആയുർവേദത്തിൽ ഫസ്റ്റ് അവർ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ വയറിൻ്റെ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും മാറിക്കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പകുതി അസുഖം മാറി എന്നുള്ളതാണ് ഒരു ആയുർവേദിക് കൺസെപ്റ്റിൽ വരുന്നത്. ഇപ്പോൾ ആയുർവേദിക് കൺസെപ്റ്റിൽ തന്നെ പല ഒരു കോസ്മെറ്റിക് പ്രോഡക്ട്സും അവർ ഇറക്കുന്നുണ്ട്. ഫേസ് വാഷ് ഇറക്കുന്നുണ്ട്, ഷാംപൂസ് ഇറക്കുന്നുണ്ട്, ലിപ് ബാംസ് ഇറക്കുന്നുണ്ട്. അങ്ങനെ ആയുർവേദം ആ ഒരു പഴയ സിസ്റ്റത്തിൽ നിന്ന് മോഡേൺ രീതിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എല്ലാവർക്കും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവരുടെ രീതിയിൽ ആ ഒരു പഴയ ട്രഡീഷൻ പ്ലസ് ഇന്നോവേഷൻസ് ആണ് അവരിതിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ആയുർവേദത്തിൽ തന്നെ നമുക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലിയർ ചെയ്യുന്നു. നമ്മുടെ ശരീരത്തെ പൊട്ടലുകൾ, എന്തെങ്കിലും ഫ്രാക്ചേഴ്സോ അല്ലെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള പഴയ ഹെർബൽ മെഡിസിൻസ് തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നതും. ഓരോന്നിൻ്റേതായ കൂട്ടുകൾ ഫോളോ ചെയ്ത് അതിൻ്റെ ചൂട്, അതായത് ഇത്ര ചൂടേ പാടുള്ളൂ, അത് ഇത്ര സമയത്ത് ഇന്നൊരു ടെമ്പറേച്ചറിൽ കൂടെ കടന്നു പോകണം, ആ ഒരു പ്രാക്ടീസസ് എല്ലാം ഫോളോ ചെയ്ത് ഇപ്പോഴും ആയുർവേദം നമ്മുടെ അലോപ്പതിയുടെ ഒപ്പം തന്നെ വളരെ നല്ല മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് പോകുന്നുണ്ട്. ഈ ആയുർവേദത്തിൻ്റെ സമകാലീനമായി നമ്മുടെ ഇന്ത്യയിൽ വിട്ട് ചൈനീസ് റിലേറ്റഡ് ആയിട്ട് ചൈന, ഈജിപ്റ്റ്, ഗ്രീസ് ഇതുപോലത്തെ കാര്യങ്ങളിലെല്ലാം ആ സമയത്ത് വളരെ പോപ്പുലറായി നിന്ന ഒരു മെഡിസിൻ സിസ്റ്റമാണ് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ, TCM എന്ന് പറയും. അതായത് ആയുർവേദം ഇന്ത്യയിൽ ഫോം ചെയ്യുന്നു. അതേ കാലഘട്ടത്തിൽ നമ്മുടെ അതർ പാർട്സ് ഓഫ് ദി വേൾഡിൽ കുറച്ച് പോപ്പുലറൈസ് ചെയ്യുന്നതാണ് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ. അപ്പോൾ ഈ ട്രഡീഷണൽ ചൈനീസ് മെഡിസിനും ഈ ആയുർവേദത്തിൽ നമ്മൾ ഹെർബ്സ് യൂസ് ചെയ്യുന്ന പോലെ അവരും ഹെർബ്സിന് അവിടുത്തെ നാട്ടുകളിലെ ആയുർവേദം റിലേറ്റഡ് ആയിട്ടുള്ള ചെടികൾ അല്ലെങ്കിൽ അവരുടെ നാട്ടിലെ മെഡിസിൻ പ്ലാന്റ്സിന് അവർ ഫോക്കസ് ചെയ്തിട്ട് ഒരുപാട് മെഡിസിൻസ് അവർ ഇൻ ആൻഡ് അറൗണ്ട് ചൈനയും ജപ്പാൻ, ഗ്രീസ്, ഈജിപ്റ്റ് ഇതുപോലത്തെ ഭാഗങ്ങളിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിലെ ഹെർബ്സിൻ്റെ കൂടെ തന്നെ അവർ കുറച്ച് മസാജ് തെറാപ്പീസിന് അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ മെയിനായിട്ട് ഈ ചൈനീസ് മെഡിസിൻ്റെ കൂടെ ചൈനീസ് മസാജിൻ്റെ കൂടെ പിന്നെ അവർ ഫോക്കസ് ചെയ്തിരുന്നതാണ് ഈ അക്യുപ്രഷർ, അക്യുപഞ്ചർ എന്ന് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്. മിക്കവാറും അക്യുപ്രഷർ റിലേറ്റ് ചെയ്യുന്ന ബോർഡ്സ് നമുക്ക് കാണാൻ പറ്റും. അക്യുപഞ്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസും ഉണ്ട്. പലരും ഹോസ്പിറ്റലിൽ പോകാതെ അക്യുപഞ്ചർ തന്നെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്തിട്ട്, അതായത് ഈ പ്രസവം പോലത്തെ
കാര്യങ്ങളിലെല്ലാം അക്യുപഞ്ചർ യൂസ് ചെയ്ത് ഉള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. ആക്ച്വലി ഈ അക്യുപഞ്ചർ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും പോലെ ഇഷ്യൂ ഉള്ള കാര്യമില്ല. അത് പക്ഷേ പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീഷണറാണ് അക്യുപഞ്ചറിന് ഇത് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രോപ്പർലി സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പർലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള നിയമങ്ങൾ പല കോടതി വിധികളും തന്നെ വന്നിട്ടുണ്ട്. അക്യുപഞ്ചറും ഹിപ്നോതെറാപ്പിയും നല്ല സ്കിൽഡ് പേഴ്സൺ അല്ലെങ്കിൽ അതൊരു അക്കാഡമിക് രീതിയിൽ പഠിച്ച വ്യക്തികൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ യാതൊരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ ഈ അക്യുപ്രഷർ എന്താണെന്നും അക്യുപഞ്ചർ എന്താണെന്നും നോക്കാം. അപ്പോൾ ആക്ച്വലി ഈ അക്യുപഞ്ചർ എന്ന് പറയുന്നത് ട്രഡീഷണൽ ചൈനീസ് മെഡിസിനായിട്ട് കൂടുന്നെങ്കിലും പറയപ്പെടുന്നത് അക്യുപഞ്ചറിൻ്റെ ഉത്ഭവം നമ്മുടെ ഇന്ത്യയിൽ നിന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മഹാഭാരത കാലത്തെ യുദ്ധവുമായിട്ട് നമുക്ക് അക്യുപഞ്ചറിനെ റിലേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതായത് ഈ അക്യുപഞ്ചറിൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തുള്ള അക്യു പോയിൻറ്റ്സിൽ നമ്മൾ ഒരു നീഡിൽസ് ഇൻസർട്ട് ചെയ്തിട്ടാണ് അക്യുപഞ്ചറിൽ നമ്മൾ രോഗിയെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ അക്യു പോയിൻറ്റ്സ് എങ്ങനെയാണ്, അക്യു പോയിൻറ്റ്സിൻ്റെ ബെനിഫിറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് പോകാം. ആക്ച്വലി ഈ അക്യുപഞ്ചർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഹാഭാരത യുദ്ധത്തിൽ നമുക്കറിയാം ഭീഷ്മാചാര്യർ ഈ ഒരു ബെഡിൽ, അതായത് ശരശയ്യയിൽ ശയിച്ചിട്ടുണ്ട്. അതായത് അതിൽ തന്നെ അദ്ദേഹം ഒരുപാട് നാൾ, അതായത് മരണപ്പെടാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അക്യു പോയിൻറ്റ്സിൽ, പ്രോപ്പർ അക്യു പോയിൻറ്റ്സിലാണ് ഈ ആരോസ് തടഞ്ഞിരുന്നത്. അപ്പോൾ ഈ അക്യു പോയിൻറ്റ്സിലെ ആരോസ് തടഞ്ഞിരിക്കുമ്പോൾ എന്ത് ചെയ്യും? നോർമലി നമ്മൾ അക്യുപഞ്ചറിൽ എന്ത് ചെയ്യും? നമ്മുടെ റിലീഫ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്യൂസ് റെക്ടിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ഈ അക്യു പോയിൻറ്റ്സിൽ നീഡിൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർനെസ് ഫീൽ ചെയ്യുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ മെയിൻ അക്യു പോയിൻറ്റ്സിൽ ഈ അമ്പുകളെല്ലാം കറക്റ്റ് പോയിൻറ്റ്സിൽ നിന്നതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും നാളും ഈ മരണപ്പെടാതെ ഈ യുദ്ധം കഴിയുന്നതുവരെ ജീവിച്ചിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് പണ്ട് നമുക്കറിയാം, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് ചൈനയിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ഒക്കെ പോവുകയും നമ്മുടെ നോളേജ് അങ്ങോട്ട് ഷെയർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യയിലെ ഈ ഒരു, നമുക്കിപ്പോൾ പൊതുവേ തന്നെ അറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഇന്ത്യയിൽ നമുക്ക് ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ ഹോളിസ്റ്റിക് മെഡിസിന് വലിയ പോപ്പുലാരിറ്റി ഇല്ല. ഇപ്പോഴും കൂടുതൽ അലോപ്പതിക്കാണ് പോകുന്നത്. പക്ഷേ ഈവൻ ഇൻ യൂറോപ്യൻ കൺട്രീസിൽ പോലും ഇപ്പോൾ അവരെ ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഒരു കോംപ്ലിമെൻ്ററി സെറ്റ് ഓഫ് മെഡിസിൻസിന് അവരവിടെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനും അവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു സിസ്റ്റം പണ്ടും ആയുർവേദം ഒഴിച്ചിട്ട് ബാക്കിയുള്ള തെറാപ്പീസിന് കുറവായതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർ, ബോധിധർമ്മനെ പോലുള്ള ആൾക്കാർ പല ചൈനയിലും അവിടെയും പോയിട്ട് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻസ് അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം അവിടെ പ്രൊമോട്ട് ചെയ്തു. അങ്ങനെയാണ് ഈ അക്യുപഞ്ചർ ചൈനയിൽ എത്തിയുന്ന ഒരു സ്റ്റോറിയുണ്ട്. അതിൻ്റെ ആധികാരികത പഴയ കാര്യങ്ങളായതുകൊണ്ട് നമുക്കത് വ്യക്തത്തോടെ അറിയില്ല. എന്നാലും നമ്മുടെ അത് പൊതുവെ പറയപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഈ അക്യുപഞ്ചറിൻ്റെ ഉത്ഭവം ചൈനയിലേക്ക് എത്തിയതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ അക്യുപഞ്ചറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രഷർ പോയിൻറ്റ്സിൽ അല്ലെങ്കിൽ അക്യു പോയിൻറ്റ്സിൽ നമ്മൾ നീഡിൽ ഇൻസർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ നീഡിൽ ഇൻസർട്ട് ചെയ്യുന്നത് വഴി ആൾക്കാർക്ക് ഒരു വെൽബീയിങ് ഉണ്ടാകുന്നു. അപ്പോൾ ഇത് പണ്ട് കാലങ്ങളിൽ ഈ അനസ്തേഷ്യയൊക്കെ വരുന്നതിന് മുമ്പ് ഈ ചൈനയിലൊക്കെ ആൾക്കാർക്ക് ആ ഒരു അനസ്തേഷ്യക് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പെയിൻ റിലീഫറായിട്ട്, അതായത് ഈ പ്രസവ സമയത്ത്, പ്രഗ്നൻസിയുടെ ഡെലിവറി ടൈമിലും അല്ലാതെ ഈ ഓപ്പറേഷൻ സമയത്തൊക്കെ ആൾക്കാർക്ക് വേദന അറിയാതിരിക്കാനായിട്ട് അക്യുപഞ്ചറിസ്റ്റ് അല്ലെങ്കിൽ അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്നവർ അക്യു പോയിൻറ്റ്സിൽ, പെയിൻ പോയിൻറ്റ്സിൽ ഈ അക്യുപഞ്ചർ നീഡിൽസ് ഇൻസർട്ട് ചെയ്ത് അവരുടെ പെയിൻ റിലീഫ് ചെയ്തിട്ട് ഡെലിവറി നടത്തുകയും ഓപ്പറേഷൻ നടത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷമാണ് നമ്മൾ അനസ്തേഷ്യ, മോഡേൺ മെഡിസിൻ പോപ്പുലർ ചെയ്യുകയും ഇപ്പോൾ അനസ്തേഷ്യ മെഡിസിൻ കൊടുത്തിട്ട് അവരെ മയക്കി കെടുത്തുകയും ചെയ്യുന്നത്. അതിനു മുമ്പ് അക്യുപഞ്ചർ ആയിരുന്നു അവർ യൂസ് ചെയ്തത്.